ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നല്ല അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു വലിയ പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1.5 കപ്പ് മൈദ ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇളം ചൂടുള്ള വെള്ളം വേണം. ഞാനത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പാകത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് നോക്കിയാൽ മതി. ആ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മൈദയിലേക്ക് കുറേശ്ശെ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല കുറച്ച് സോഫ്റ്റായി കുഴച്ചിട്ട് ഒരു ഡോ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഞാനൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ പോലെ ആക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലോണം കുഴച്ചിട്ട് ഒരു ഡോ പോലെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഇവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ ഞാനിവിടെ 1 കപ്പിലും കുറച്ചും കൂടെ മുകളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമ്മളിതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെക്കുക. എന്നിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒപ്പിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ കൂടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഈ പരത്തിയെടുക്കുന്നത് ഒരു പ്രഷറിന് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രഷർ ഒന്ന് റെഡിയാക്കുക. പ്രഷറിന് കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. പ്രഷറിൻ്റെ 2 സൈഡും ഗ്രീസ് ചെയ്യാം. പ്രഷർ ഇല്ലെങ്കിൽ കയ്യിൽ വെച്ച് പ്രസ് ചെയ്താൽ മതി. ഇതുണ്ട്. അപ്പോൾ ഞാൻ നമ്മളുടെ ആ വലിയ മാവ് ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ കുഞ്ഞു ബോളും നമുക്ക് പ്രഷറിൽ വെച്ചിട്ട് ചെറിയ പത്തിരി പോലെ വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇനി ഞാൻ ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ പ്രഷറിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് പ്രസ് ചെയ്തെടുക്കേണ്ടത്. ഇത്ര വലുപ്പം മതി നമുക്ക്. ഇനി ഇതിനുള്ളിലോട്ടായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പത്തിരിയുടെ വലുപ്പത്തിനനുസരിച്ച് ഫില്ലിങ് കൂട്ടാം. അപ്പോൾ അതെൻ്റെ പത്തിരി ഇത്ര വലുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫില്ലിങ് വെക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ ഇതുപോലൊരു ഡിസൈൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊരിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അത് കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് സൺഫ്ലവർ ഓയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് ഓയിൽ വേണ്ടത് അതിനനുസരിച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടിന് മാത്രമേ നമ്മൾ അതിലേക്ക് ഓരോ ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നീസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൈഡോട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മറ്റേ സൈഡും ഫ്രൈ ആക്കി എടുക്കാം.
ഇപ്പോൾ ഇതാ ഇതിൻ്റെ 2 സൈഡോട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് ട്രിപ്പും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.